ഹായ് ഗൈസ്, നമുക്കിന്ന് ചിക്കൻ കട്ട്ലേറ്റ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയാലോ. അതിലോട്ട് നമ്മൾ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തേക്കുന്നത്. അത് വേവിച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തേക്കുക. 10 ഗാർലിക്ക്, 3 മുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ സവാള, ഇതെല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും, ഒരു തക്കാളി വെള്ളത്തിലിട്ടൊന്ന് പുഴുങ്ങിയെടുത്തതും, 1 ടീസ്പൂൺ മസാലപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു വലിയ ബൗളെടുത്ത് അതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ബാക്കി ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് മല്ലിയിലയും പുതിനയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. കട്ട്ലേറ്റിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. 2 എഗ്ഗ് ബീറ്റ് ചെയ്താണ്, 100 ഗ്രാം ബ്രെഡ് ക്രംസ്, ആവശ്യത്തിന് ഓയിൽ. കട്ട്ലേറ്റിൻ്റെ മിക്സിൽ നിന്ന് കുറച്ചെടുത്ത ശേഷം അതൊരു ബോൾ പോലെ കയ്യിലാക്കിയെടുക്കും. എന്നിട്ട് ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലോട്ട് വെച്ച് അത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോട്ട് റൗണ്ട് ചെയ്തെടുക്കുക. കട്ട്ലേറ്റ് ഷേപ്പിലാക്കിയ മിക്സ്ചർ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. പാൻ അടപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടാക്കാൻ വെക്കുക. ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് ഒരു കട്ട്ലേറ്റ് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ നമുക്ക് ഓയിലെടുക്കണം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കുക. എന്നിട്ട് കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ കട്ട്ലേറ്റ് പൊട്ടിപ്പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതേപോലെ തന്നെ കട്ട്ലേറ്റിൻ്റെ ഒരു സൈഡ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ മറിച്ചിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ബാക്കിയുള്ള സ്നാക്സിനെ പോലെ കട്ട്ലേറ്റ് കുക്കാവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ചിക്കൻ കട്ട്ലേറ്റ് അല്പം ചൂടോടുകൂടി ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്.